അപ്പൊ നമ്മൾ ഇന്നലെ ചെയ്തത് ഈ പുള്ളിക്കാരനെ ഇനി ഡെറിവേറ്റീവ് എടുക്കായിരുന്നു. അപ്പൊ ഞാനിവിടെ പറഞ്ഞു ഈ സൈൻ ഫൈ കോസ് ഫൈനെ നമുക്കൊന്ന് ചേഞ്ച് ചെയ്യാന്ന് പറഞ്ഞു. എന്താണ് സൈൻ 2φ/2 എന്ന് ചേഞ്ച് ചെയ്തതിനു ശേഷം ഡെറിവേറ്റീവ് എടുത്താൽ മതി. കാരണം നമുക്ക് എന്താണ് ഈ പ്രോഡക്റ്റ് റൂൾ ഒന്ന് ഒഴിവാക്കി കിട്ടാനാണ്. പ്രോഡക്റ്റ് റൂൾ ഒഴിവാക്കി കിട്ടാൻ അങ്ങനെ ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെ ചെയ്യണ്ട. കാരണം എനിക്കത് വീണ്ടും സിംപ്ലിഫിക്കേഷൻ വേറെ വേണ്ടി വരും. അതുകൊണ്ട് അങ്ങനെ ചെയ്യണ്ട. ഇയാളെ പ്രോഡക്റ്റ് റൂൾ വെച്ച് തന്നെ നമുക്ക് ഡെറിവേറ്റീവ് എടുക്കാം. പ്രോഡക്റ്റ് റൂൾ വെച്ച് തന്നെ നമുക്ക് ഇയാളെ ഡെറിവേറ്റീവ് എടുക്കാം. അപ്പോ അങ്ങനെ ചെയ്യുമ്പോൾ ഈ ഒരു പർട്ടിക്കുലർ കേസ് ഒന്ന് മായ്ക്കുകയാണേ. ആളെ ഞാൻ മായ്ക്കുകയാണ്. വെയിറ്റ് സെക്കൻഡ്. ശരി, അപ്പോ അയാളെ മായ്ച്ചു. അതിനുശേഷം ഞാൻ ഇയാളുടെ ഡെറിവേറ്റീവ് തന്നെ അങ്ങ് എഴുതുകയാണ്. വിത്ത് റെസ്പെക്ട് ടു ഫൈ ഡെറിവേറ്റീവ് എടുക്കണം. അപ്പോ ഞാനിവിടെ റോ അവിടെ തന്നെ ഇട്ടേക്കണം. റോയില് ഡെറിവേറ്റീവ് എടുക്കണ്ടല്ലോ. ഫൈ വെച്ച് ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ. കോസിന്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് മൈനസ് സൈൻ ആണ്, മൈനസ് സൈൻ ഫൈ. എന്നിട്ട് പ്ലസ് പക്ഷെ ഈ മൈനസ് ഉണ്ടല്ലോ, ആ മൈനസ് ചേർന്നിട്ട് അവിടെ മൈനസ് വരും. പിന്നെ റോ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, അതുകൊണ്ട് ആ റോ വരും. പിന്നെ ഫസ്റ്റ് സൈനിന്റെ ഡെറിവേറ്റീവ് കോസ് ഇൻറ്റു എഗെയിൻ കോസ്. കണ്ടല്ലോ, ഈ റോ മൈനസ് റോ ഇൻറ്റു ആണ് അകത്തുള്ളത്. അപ്പൊ മൈനസ് റോയും കൂടെ അകത്തേക്ക് ഞാൻ മൾട്ടിപ്ലൈ ചെയ്ത പോലെ ചെയ്തേ ഉള്ളൂ. ഫസ്റ്റ് ഫംഗ്ഷൻ ഡെറിവേറ്റീവ് സെക്കൻഡ് ഫംഗ്ഷൻ പ്ലസ്, പക്ഷെ ഈ മൈനസ് റോ അകത്തേക്ക് പോകുമ്പോൾ മൈനസ് റോ ആയി. പിന്നെ ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ സൈനിന്റെ ഡെറിവേറ്റീവ് കോസ് ഇൻറ്റു കോസ് ഫൈ. അത്രേ ഉള്ളൂ. ആ ഒരു ചേഞ്ച് ആണ് ഞാൻ വരുത്തിയത്. ആ ഒരു ചേഞ്ച് വരുത്തുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. ഈ ഒരു സ്റ്റെപ്പ് മുഴുവനായിട്ട് നമുക്ക് കളയാം. അപ്പോ അപ്പോ ആദ്യത്തെ ടേം 1/ρ ഇൻറ്റു ദിസ് പർട്ടിക്കുലർ തിങ്. അപ്പോ ഈ റോയും ക്യാൻസൽ ഔട്ട് ആവും. അപ്പൊ അങ്ങനെ ബാക്കിയാകുന്നത് 2z sin ഫൈ കോസ് ഫൈ. 2z sin ഫൈ കോസ് ഫൈ. ഇതേപോലെ 1/ρ ഇവിടെ ചെയ്യുമ്പോൾ -2 sin സ്ക്വയർ ഫൈ. -2 sin സ്ക്വയർ ഫൈ. സിമിലർലി 1/ρ ഇവിടെ ചെയ്യുമ്പോൾ -2z sin ഫൈ കോസ് ഫൈ. 1/ρ ഇവിടെ ചെയ്യുമ്പോൾ റോ പോകും. അങ്ങനെ മൈനസ് പ്ലസ് ആകും. അങ്ങനെ പ്ലസ് സൈൻ സ്ക്വയർ ഫൈ. പിന്നെ റോ പോവും മൈനസ് കോസ് സ്ക്വയർ ഫൈ. ഇയാള് പ്ലസ് 2z റോ കോസ് ഫൈ. അപ്പൊ ഇന്നലെ ചെയ്ത പോലെ 2z sin ഫൈ കോസ് ഫൈ മൈനസ് 2z sin ഫൈ കോസ് ഫൈ ക്യാൻസൽ ആയി പോകും. അപ്പൊ അവർ രണ്ടുപേരും ക്യാൻസൽ ആയി പോകുന്നു. ബാക്കി ഉണ്ടാവുന്നത് 2z റോ കോസ് ഫൈ ഉണ്ടാകും. എന്നിട്ട് -2 sin സ്ക്വയർ ഫൈ പ്ലസ് സൈൻ സ്ക്വയർ ഫൈ മൈനസ് കോസ് സ്ക്വയർ ഫൈ കാണും. which is equal to 2z റോ കോസ് ഫൈ. ഇത് -2 സൈൻ സ്ക്വയർ ഫൈയും പ്ലസ് സൈൻ സ്ക്വയർ ഫൈയും കൂടെ മൈനസ് സൈൻ സ്ക്വയർ ഫൈ ആവും. മൈനസ് സൈൻ സ്ക്വയർ ഫൈ പിന്നെ മൈനസ് കോസ് സ്ക്വയർ ഫൈ ആണ്. ഞാൻ അവിടെ മൈനസ് കോമൺ എടുക്കുമ്പോൾ സൈൻ സ്ക്വയർ ഫൈ പ്ലസ് കോസ് സ്ക്വയർ ഫൈ എന്നാവും. സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ 1 ആണ്. അപ്പൊ അതുകൊണ്ട് ഇയാള് 2z റോ കോസ് ഫൈ -1 എന്ന് വരും. ആൻഡ് ദാറ്റ്സ് യുവർ ആൻസർ. അപ്പൊ അവിടെ 1 വരണമെന്നായിരുന്നു ഞാൻ പറഞ്ഞത്. 1 വന്നു. കണ്ടല്ലോ, 2z റോ കോസ് ഫൈ -1. നമ്മള് നേരെ ചെയ്തപ്പോ, സാധാരണ രീതിയിൽ ചെയ്തപ്പോ ഇയാള് തന്നെ വന്നിട്ടുണ്ട്. 2xz -1 എന്ന് വന്നിട്ടുണ്ട്. സാധാരണ xyz ഫോമാറ്റിൽ ചെയ്തിട്ട് പിന്നെ എക്സിനും ഇസഡിനും എന്താണ് നമ്മുടെ സിലിണ്ടറിക്കൽ കോർഡിനേറ്റ് റീപ്ലേസ് ചെയ്തപ്പോൾ നമുക്ക് നേരത്തെ കിട്ടിയ ആൻസർ തന്നെ വന്നിട്ടുണ്ട്. അപ്പൊ വെരിഫിക്കേഷനും കഴിഞ്ഞു. ഓക്കെ. അപ്പോ നമ്മൾ സാധാരണ ഡൈവർജൻസ് കണ്ടുപിടിക്കുന്നത് ഈ നേരിട്ടുള്ള രീതിയാണ്. സിലിണ്ടറിക്കൽ കോർഡിനേറ്റിൽ കണ്ടുപിടിക്കാൻ പറയുമ്പോൾ ഉള്ള ബുദ്ധിമുട്ട് ഇപ്പം നിങ്ങൾ കണ്ടു കാണും. ഫോർമുലയാണ് അവിടെ ഇമ്പോർട്ടന്റ്. നൗ ഒരു 2 ഫോർമുലയും കൂടെ പറഞ്ഞതിന് ശേഷം നമുക്ക് ഇതങ്ങ് നിർത്താം. അതായത്
ഡി എ, നിങ്ങളിത് പലപ്പോഴും മൾട്ടിപ്പിൾ ഇന്റഗ്രൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടു കാണും. ഡി എ എന്ന് പറയുന്നത് ഡി എക്സ് ഡി വൈ ആണ് റെക്ടാങ്കുലർ കോർഡിനേറ്റിൽ. റെക്ടാങ്കുലർ കോർഡിനേറ്റില് ഡി എ എന്ന് പറയുന്നത് ഡി എക്സ് ഡി വൈ ആണ്. പക്ഷേ പോളാർ കോർഡിനേറ്റിലേക്ക് എത്തുമ്പോൾ ഇയാൾ മാറും. അതായത് റോ ഇൻറ്റു ഡി റോ ഡി ഫൈ എന്ന് ഇയാൾ മാറും. റോ ഇൻറ്റു ഡി റോ ഡി ഫൈ എന്ന് ഇയാൾ മാറും. കണ്ടല്ലോ, പഴയ ഡി എ നിങ്ങൾ മൾട്ടിപ്പിൾ ഇന്റഗ്രലിലൊക്കെ ചെയ്യാറുള്ള ഡി എ, മൾട്ടിപ്പിൾ ഇന്റഗ്രൽ ചെയ്യാറുള്ള ഡി എയുടെ ചേഞ്ച് ആണ് ഞാൻ ഇവിടെ പറഞ്ഞത്. ഡി എ ചേഞ്ചസ് ടു റോ ഡി റോ ഡി ഫൈ. ഇനി ട്രിപ്പിൾ ഇന്റഗ്രൽ നിങ്ങൾ കാണാറുള്ള മറ്റൊരാളുണ്ട്. ട്രിപ്പിൾ ഇന്റഗ്രൽ കാണാറുള്ളത് ഡി വി. ട്രിപ്പിൾ ഇന്റഗ്രൽ കാണാറുള്ളത് ഡി വി ആണ്. ഡി വി എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം ഡി എക്സ് ഡി വൈ ഡി ഇസഡ് ആണ്. ഡി എക്സ് ഡി വൈ ഡി ഇസഡ്, ഇതാണ് കാര്യം. പക്ഷെ നമുക്കറിയാം ഡി എക്സ് ഡി വൈനെ നമ്മളിത് എങ്ങനെ മാറ്റിയിട്ടുണ്ട്. അപ്പൊ ഈ ഡി എക്സ് ഡി വൈക്ക് പകരം നമുക്ക് എന്ത് എഴുതാം? റോ ഡി ഫൈ. ഇസഡിന് സത്യം പറഞ്ഞാൽ സിലിണ്ടറിക്കൽ കോർഡിനേറ്റിൽ മാറ്റമില്ല, അതുകൊണ്ട് അത് ഡി ഇസഡ്. അപ്പൊ ഇതാണ് നിങ്ങളുടെ ഡി വി. അപ്പൊ ഡി റോയും ഡി വിയും ഇതൊക്കെയാണ്. ഡി റോയും ഡി വിയും ഇതാണ്. ഇതോടുകൂടി സിലിണ്ടറിക്കൽ കോർഡിനേറ്റിനെ പറ്റിയുള്ള കാര്യങ്ങളെല്ലാം കഴിയും. സിലിണ്ടറിക്കൽ കോർഡിനേറ്റ് അഥവാ സിലിണ്ടറിക്കൽ പോളാർ കോർഡിനേറ്റിനെ പറ്റിയുള്ള കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോൾ കൂടുതൽ പ്രോബ്ലംസ് കിട്ടുമോ നോക്കാം. ശരി, നെക്സ്റ്റ് സ്പെറിക്കൽ കോർഡിനേറ്റ് അല്ലെങ്കിൽ സ്പെറിക്കൽ പോളാർ കോർഡിനേറ്റ്. പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ 3 ഡയമെൻഷനില് ഒരു പോയിന്റിലേക്ക് എത്താൻ സ്പിയറിന്റെ പാത്ത് ഫോളോ ചെയ്ത് നമ്മൾ എത്തും. സ്പിയറിന്റെ പാത്ത് ഫോളോ ചെയ്ത് നമ്മൾ ഒരു പർട്ടിക്കുലർ പോയിന്റിലേക്ക് എത്തും. അതെങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അതായത് ഞാൻ നമ്മുടെ പഴയ 3 ഡയമെൻഷൻ വരയ്ക്കുകയാണേ. ഇപ്പോഴും അങ്ങനെയാണല്ലോ, പഴയ 3 ഡയമെൻഷനുമായിട്ട് ബന്ധപ്പെട്ടാണല്ലോ വരയ്ക്കുന്നത്. പഴയ 3 ഡയമെൻഷന് കറസ്പോണ്ടിങ് ആയ എക്സ് വൈ ഇസഡ്. ഇതിലൊരു പോയിന്റ് എക്സ് നോട്ട് വൈ നോട്ട് ഇസഡ് നോട്ടിലേക്ക് എങ്ങനെ പോകാം? എക്സ് നോട്ട് വൈ നോട്ട് ഇസഡ് നോട്ട് എന്ന് പറയുന്ന ഒരു ജനറൽ പോയിന്റിലേക്ക് നമുക്ക് എങ്ങനെ എത്താം സ്പെറിക്കൽ കോർഡിനേറ്റ് വെച്ചത് നോക്കാം. അതായത് ആദ്യം തന്നെ നമ്മൾ ഒറിജിനിൽ തുടങ്ങും. എപ്പോഴും തുടക്കം ഒറിജിനിലാണ്. എന്നിട്ട് ഒരു ഡിസ്റ്റൻസ് പോസിറ്റീവ് എക്സ് ആക്സിസിലേക്ക് നമ്മൾ ട്രാവൽ ചെയ്യും. ആ ഡിസ്റ്റൻസിനെ നമ്മൾ വിളിക്കുന്നത് ആർ എന്നാണ്. ആറ് പുതിയ നൊട്ടേഷൻ. അതായത് പണ്ട് പോളാർ സിലിണ്ടറിക്കൽ കോർഡിനേറ്റിൽ നമ്മൾ റോ കണ്ടില്ലേ? റോ പോലെ ഇവിടെ അതിന്റെ സ്ഥാനത്ത് ആറ്. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു ആംഗിള് ഫൈ ആംഗിള്, ഈ എക്സ് ആക്സിസുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഫൈ ആംഗിള്, അതായത് ഇങ്ങനെ എക്സ് വൈ പ്ലെയിനിൽ കിടന്നുകൊണ്ട് തന്നെ ഇങ്ങനെ കറങ്ങി വരാൻ പറ്റുന്ന രീതിയിൽ, അതായത് ഒരു സർക്കിളിന്റെ ഫോമാറ്റിൽ ഇവിടം തൊട്ട് ഇവിടം വരെ ഇങ്ങനെ കറങ്ങി വരാൻ രീതിയിൽ ഒരു ഫൈ നമ്മൾ ജനറേറ്റ് ചെയ്യും. ഒരു ഫൈ. അപ്പൊ ഞാനത് സർക്കിള് കണ്ടു, എന്നിട്ട് ഇങ്ങനെ കറങ്ങി ഫൈ എന്ന ആംഗിൾ എടുത്തു. ഈ പോയിന്റ് അങ്ങ് മാറ്റിയാണ് വരച്ചു വരുന്ന, വരത്തില്ല. എന്നിട്ട് ഇവിടെ നിൽക്കുന്നു. എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു സർക്കിൾ അല്ല സ്പിയറിന്റെ ഫോമാറ്റിൽ കറങ്ങി നമുക്ക് വേണ്ട പോയിന്റിലേക്ക് എത്തും. എക്സ് നോട്ട് വൈ നോട്ട് ഇസഡ് നോട്ട് എന്ന നമുക്ക് വേണ്ട പോയിന്റിലേക്ക് എത്തും. എക്സ് നോട്ട് വൈ നോട്ട് ഇസഡ് നോട്ട് എന്ന നമുക്ക് വേണ്ട പോയിന്റിലേക്ക് ഇങ്ങനെ ഇവിടെ നിന്ന് കറങ്ങി എത്തും. പക്ഷേ ഇയാളല്ല നമ്മുടെ പുതിയ എൻറ്റിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ഒരു പെർട്ടിക്കുലർ ഇസഡ് ആക്സിസ് ഉണ്ടല്ലോ, ഈ ഇസഡ് ആക്സിസും ഇയാളും തമ്മിലുള്ള ഈ ആംഗിൾ ആണ് പുതിയ വേരിയബിൾ. അതായത് തീറ്റ എന്ന് നമ്മൾ പറയുന്ന വേരിയബിൾ ഇയാളാണ്. കണ്ടല്ലോ? അതായത് എങ്ങനെ സഞ്ചരിക്കുന്നു എന്ന് നോക്കാം. നമുക്ക് ഒരു എക്സ് നോട്ട് വൈ നോട്ട് ഇസഡ് നോട്ട് എന്ന പോയിന്റ് ഉണ്ട്. അവിടേക്ക് എന്താണ്
ആർ ഡിസ്റ്റൻസ് റേഡിയസ് ഡിസ്റ്റൻസ് എടുക്കും. എന്നിട്ട് അവിടെ നിന്ന് ഫൈ ഡിസ്റ്റൻസ് ഇങ്ങനെ ചുറ്റിക്കറങ്ങാന്നുള്ള രീതിയിൽ ഫൈ 2π ഒരു സർക്കിളിന്റെ ഫോർമാറ്റിൽ മാത്രം ചുറ്റിക്കറങ്ങാന്നുള്ള രീതിയിൽ, അതായത് XY പ്ലെയിനിൽ കിടന്നുകൊണ്ട് ചുറ്റിക്കറങ്ങുന്ന രീതിയിൽ ഫൈ എന്ന ഒരു ആംഗിൾ വരും. അതിനുശേഷം അവിടെ നിന്ന് ഒരു സർക്കിളിനെ പോലെ തന്നെ അല്ലെങ്കിൽ ഒരു സ്പിയറിനെ പോലെ തന്നെ മുകളിലേക്ക് പോയി ആ റേഡിയസ് ആർ മെയിൻറ്റെയിൻ ചെയ്യണം. സ്പിയറിനെ പോലെ തന്നെ ആർ മുകളിലേക്ക് പോയി നമ്മൾ X0 Y0 എന്ന പോയിന്റിലേക്ക് എത്തണം. അപ്പോ ഈ ഒരു പാർട്ടിക്കുലർ ലൈനും ഇസഡ് ആക്സിസും തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിൾ ആണ് നിങ്ങളുടെ തീറ്റ. തീറ്റയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. തീറ്റ എന്ന് പറയുന്നത് പോസിറ്റീവ് ഇസഡ് ആക്സിസ് മുതൽ നെഗറ്റീവ് ഇസഡ് ആക്സിസ് വരെ മാത്രമേ സഞ്ചരിക്കൂ. പോസിറ്റീവ് ഇസഡ് ആക്സിസ് മുതൽ നെഗറ്റീവ് ഇസഡ് ആക്സിസ് വരെ, അതായത് 180 ഡിഗ്രി മാത്രമേ, 0 മുതൽ 180 ഡിഗ്രി വരെ മാത്രമേ ഈ തീറ്റ എന്ന് പറയുന്ന ആംഗിളിന് ചേഞ്ച് ഉള്ളൂ. പക്ഷെ അതേസമയം ഫൈ എന്ന ആംഗിള് ഇങ്ങനെ കറങ്ങി വരും. അതായത് 360 ഡിഗ്രി, അതായത് 2π ഡിഗ്രി 2π കറങ്ങി വരാൻ എന്താണ് ഫൈക്ക് പറ്റും. പക്ഷെ അതേസമയം തീറ്റ എന്ന് പറയുന്നത് പോസിറ്റീവ് ഇസഡ് ആക്സിസ് മുതൽ നെഗറ്റീവ് ഇസഡ് ആക്സിസ് വരെ മാത്രമേ ട്രാവൽ ചെയ്യത്തുള്ളൂ. അതായത് 180 ഡിഗ്രിയുടെ ഇടയിൽ, 0 മുതൽ 180 ഡിഗ്രി ഇടയുടെ മാത്രമേ എന്താണ് തീറ്റ ട്രാവൽ ചെയ്യത്തുള്ളൂ. അപ്പൊ ഇങ്ങനെ ഒരു സർക്കിളിന്റെ ഫോമാറ്റ്, സർക്കിൾ അല്ല, ഒരു സ്പിയറിന്റെ ഫോമാറ്റിൽ നിങ്ങൾക്കൊരു പോയിന്റിലേക്ക് എത്താം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് കണ്ടുപിടിക്കേണ്ട ഇവിടെയുള്ള ഒരു പോയിന്റ് ആണെന്ന് വിചാരിക്കുക. അതായത് ഈ ഒരു ഭാഗത്തുള്ള ഒരു പോയിന്റ്. നമ്മൾ എന്ത് ചെയ്യുന്നു? ആസ് യൂഷ്വൽ റേഡിയസ് എടുക്കുന്നു. എന്നിട്ട് നമ്മൾ ഫൈ എടുക്കണം. ഫൈ എടുക്കുന്ന എപ്പോഴും എക്സ് ആക്സിസിൽ നിന്ന് തുടങ്ങണം. അപ്പൊ ഇവിടെന്ന് കറങ്ങി ഇവിടെ എത്തണം. അപ്പൊ നമ്മൾ എന്താണ് ചെയ്യുന്നതെന്ന് നോക്കുക. ഇവിടെന്ന് കറങ്ങി ഇങ്ങനെ കറങ്ങി വന്നിട്ട്, എന്റെ വരയ്ക്കൽ അത്ര സുഖകരമല്ല എന്തിനു പറഞ്ഞതാണ്, ഇങ്ങനെ എത്തുന്നു. അതിനുശേഷം എന്താണ്, ഇതിലേക്ക് ഒരു സർക്കിളിന്റെ ഫോമാറ്റിൽ തന്നെ നമ്മൾ ഇങ്ങനെ പോകും. സർക്കിൾ അല്ല, സ്പിയറിന്റെ ഫോമാറ്റിൽ തന്നെ ഇങ്ങനെ പോകും. അപ്പോ നമുക്ക് ഇവിടെ ഒരു ആംഗിൾ ഉണ്ടാവും, ഇവിടെ ഒരു ലൈൻ ഉണ്ടാവും. ഈ ലൈനും ഈ ഇസഡ് ആക്സിസും തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിൾ ആയിരിക്കും നിങ്ങളുടെ പുതിയ തീറ്റ. പക്ഷെ അതേസമയം ഇവിടെ നിന്ന് ഇതുവരെ പോകുന്ന ആംഗിൾ ആയിരിക്കും നിങ്ങളുടെ ഫൈ. ഇങ്ങനെ നിങ്ങൾക്ക് 3 ഡയമെൻഷൻ സ്പേസിലുള്ള ഏതൊരു പോയിന്റിനെയും മാർക്ക് ചെയ്യാൻ പറ്റും. ആൻഡ് ദാറ്റ് ഈസ് യുവർ സ്പെറിക്കൽ കോർഡിനേറ്റ് സിസ്റ്റം. ഇത്രയേ ഉള്ളൂ. ഈ സ്പെറിക്കൽ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ നമ്മൾ 3 വേരിയബിൾ ആണ് പറഞ്ഞത്. ഒന്ന് R, 2 ഫൈ, 3 തീറ്റ. 1 R, 2 ഫൈ, 3 തീറ്റ. അപ്പോ പണ്ട് ചെയ്ത പോലെ തന്നെ എക്സും വൈയും ഇസഡും തമ്മിലും, എക്സും വൈയും ഇസഡും ഇയാളും തമ്മിലുള്ള ബന്ധമാണ് ആദ്യം നമുക്ക് അറിയാനുള്ളത്. ആദ്യം തന്നെ ആറിന്റെ വേരിയേഷൻ ഞാൻ പറയാം. ആർ എന്ന് പറയുന്നത് ഒരു റേഡിയസ് ആണ്. അതുകൊണ്ട് തന്നെ റേഡിയസ് ഒരിക്കലും നെഗറ്റീവ് ആവത്തില്ല. അതുകൊണ്ട് ആർ എപ്പോഴും ഗ്രേറ്റർ ദാൻ 0 ആണ്. രണ്ടാമത് ഞാൻ ഫൈനെ പറ്റി പറഞ്ഞു. ഈ ഫൈയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഫൈ ഇവിടം തുടങ്ങി ഇവിടം വരെ കറങ്ങി, ഒരു സർക്കിളിന്റെ രൂപത്തിൽ ഇവിടം തൊട്ട് ഇവിടം വരെ കറങ്ങി തിരിച്ചു വരാൻ പറ്റും ഫൈക്ക്. അതായത് 0 മുതൽ 2π വരെയാണ് ഫൈന്റെ വേരിയേഷൻ. കമ്മിങ് ടു തീറ്റയുടെ കാര്യം ഞാൻ പ്രത്യേകം പറഞ്ഞു. ഇസഡ് ആക്സിസ് മുതൽ നെഗറ്റീവ് ഇസഡ് ആക്സിസ് വരെ മാത്രമേ അയാൾ ട്രാവൽ ചെയ്യൂ. അതായത് 180 ഡിഗ്രി മാത്രം. അതുകൊണ്ട് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു തീറ്റ ലെസ് ദാൻ ഫൈ. ഇൻഫാക്ട് ലെസ് ദാൻ ആണ്. അതായത് ഒരേ പോയിന്റ് 2 പ്രാവശ്യം അറ്റൈൻ ചെയ്യാൻ പാടില്ലല്ലോ. അതുകൊണ്ടാണ് സ്ട്രിക്ട്ലി ലെസ് ദാൻ. അതായത് ഇവിടെ നിന്ന് കറങ്ങി 2π അറ്റൈൻ ചെയ്യുമ്പോൾ വീണ്ടും ആ പോയിന്റ് തന്നെ തിരിച്ചെത്തുമല്ലോ. അതുകൊണ്ട് സ്ട്രിക്ട്ലി ലെസ് ദാൻ 2π. വീണ്ടും ഒന്നും കൂടെ അത് എടുക്കണ്ട എന്നുള്ള രീതിയിൽ. അതേപോലെ ഫൈ ഇവിടം തൊട്ട് ഇവിടം വരെ. നോക്കട്ടെ, ഫൈയുടെ കാര്യം ഒന്ന് നോക്കിക്കോട്ടെ. അങ്ങനെ സ്പെസിഫൈ ചെയ്തില്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല. ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5. ഓക്കെ, 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു തീറ്റ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5. കാരണം ഫൈ ഒരു പുതിയ പോയിന്റ് അല്ലല്ലോ നെഗറ്റീവ് ഇസഡ് ആക്സിസിലുള്ളത്. അങ്ങനെ അപ്പൊ ഇതാണ് നമ്മുടെ പുതിയ വേരിയബിളുകളുടെ വേരിയേഷൻ. അതേസമയം നമ്മൾ നമ്മുടെ റെക്ടാങ്കുലർ വേരിയേഷനെ നോക്കണം. എക്സ് വൈ ഇസഡ്, അത് നെഗറ്റീവും പോസിറ്റീവും വാല്യൂസിനെ എല്ലാം അയാള് എന്താണ് തരും. അതുകൊണ്ട് നമ്മൾ എക്സും വൈ ഇസഡും ഒക്കെ ഓൾ പോസിറ്റീവ് ആൻഡ് ഓൾ നെഗറ്റീവ് വാല്യൂസ്, എക്സ് വൈ ഇസഡ് ഓൾ പോസിറ്റീവ് ആൻഡ് ഓൾ നെഗറ്റീവ് വാല്യൂസ്, അതായത് ഓൾ റിയൽ നമ്പേഴ്സ് എടുക്കും. പക്ഷെ അതല്ല പുതിയ വേരിയബിൾസിന്റെ കാര്യം. പുതിയ വേരിയബിൾസ് അങ്ങനെ എല്ലാ റിയൽ വാല്യൂ എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. സ്പെറിക്കൽ കോർഡിനേറ്റ് ആർ പോസിറ്റീവ് വാല്യൂ മാത്രം എടുത്താൽ മതി. തീറ്റ 0 മുതൽ 2π എടുത്താൽ മതി. ഫൈ 0 മുതൽ 2π എടുത്താൽ മതി. തീറ്റ 0 മുതൽ 5 എടുത്താൽ മതി. അപ്പോ
ഈ വേരിയബിൾസ് സ്വീകരിക്കുന്ന വാല്യൂസ് എന്താണ് വേരിയബിൾസ് സ്വീകരിക്കുന്ന വാല്യൂസ് റെക്ടാങ്കുലർ കോർഡിനേറ്റിനേക്കാൾ മച്ച് ലെസ് ആണ്. പക്ഷെ റെക്ടാങ്കുലർ കോർഡിനേറ്റ് ആണ് സുഖം, ഇത് അത്ര സുഖമുള്ള കാര്യമല്ല. ശരി, ഇനി നമുക്ക് എന്താണ് വേരിയബിളുമായിട്ടുള്ള ആ ഒരു റിലേഷൻ ഉണ്ടല്ലോ. പഴയ വേരിയബിൾ നമ്മുടെ എക്സുമായിട്ട് ഈ പുതിയ വേരിയബിൾക്കുള്ള റിലേഷൻ എന്ന് പറയുന്നത് ആർ സൈൻ തീറ്റ കോസ് ഫൈ, ആർ സൈൻ തീറ്റ കോസ് ഫൈ. ഇനി അടുത്ത വൈയുമായിട്ടുള്ള റിലേഷൻ ആർ സൈൻ തീറ്റ സൈൻ ഫൈ, ആർ സൈൻ തീറ്റ സൈൻ ഫൈ. ഇനി ഇസഡിനുമായിട്ടുള്ള റിലേഷൻ ആർ കോസ് തീറ്റ, ആർ കോസ് തീറ്റ. ആരോ എന്തോ ചോദിക്കുന്നെന്ന് തോന്നുന്നു, ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? ആരോ ഓക്കെ ഫൈൻ. ശരി, അപ്പോ x is equal to r sin theta cos phi, y is equal to r sin theta sin phi and z is equal to r cos theta. പുതിയ വേരിയബിളുകളുടെ എക്സും വൈയും ഇസഡും ആയിട്ടുള്ള റിലേഷൻ ആണ് ഞാൻ ഇവിടെ കാണിച്ചത്. എക്സും വൈയും ഇസഡും ആയിട്ടുള്ള റിലേഷൻ ആണ് ഈ നമ്മൾ കണ്ടത്. ഇനി നമുക്കുള്ളത് എന്താണ്? ആർ വെക്ടർ. നമ്മൾ സിലിണ്ടറിക്കൽ കോർഡിനേറ്റ് പറഞ്ഞപ്പോൾ എല്ലാ കാര്യങ്ങളും ഞാൻ പറയാണ്. ആർ വെക്ടർ, ആർ വെക്ടർ നിങ്ങൾക്കറിയാം, xi പ്ലസ് yj പ്ലസ് zk, xi പ്ലസ് yj പ്ലസ് zk. അപ്പൊ നമ്മൾ ഇനി എക്സിന് പകരം ഈ വാല്യൂ കൊടുക്കുന്നു, ആർ സൈൻ തീറ്റ കോസ് ഫൈ ഐ പ്ലസ് വൈന് പകരം ആർ സൈൻ തീറ്റ സൈൻ ഫൈ ജെ, ഇസഡിന് പകരം ആർ കോസ് തീറ്റ ഇൻറ്റു കെ, ആർ കോസ് തീറ്റ ഇൻറ്റു കെ. ഇതാണ് പുതിയ ആർ വെക്ടർ, പുതിയ ആർ വെക്ടർ കണ്ടല്ലോ. അപ്പൊ പുതിയ ആർ വെക്ടറിന്റെ ഫോമാറ്റും നമ്മൾ കണ്ടു. ഇനി നമ്മൾ അറിയാനുള്ളത് എന്താണ്? ഈ ഐക്കും ജെക്കും കെക്കും എന്താണ് കൗണ്ടർ ആയിട്ട്, ഐക്കും ജെക്കും കെക്കും എന്താണ് ബദലായിട്ട് നമ്മുടെ കയ്യിലുള്ള പുതിയ എന്താണ് ആ ഒരു യൂണിറ്റ് വെക്ടർ. Unit vector in the direction of r, unit vector in the direction of theta, unit vector in the direction of phi. Unit vector in the direction of theta, unit vector in the direction of phi and unit vector in the direction of theta. അതായത് ആദ്യം തന്നെ ഞാൻ ഈ ആർ കാണുകയാണ്. ഈ ആർ, ഈ ക്യാപ്പ് കൊടുക്കണമെങ്കിൽ അയാൾ യൂണിറ്റ് വെക്ടർ ആണെന്ന് ഉറപ്പ് വരണം. അതുകൊണ്ടാണ് ഈ ആർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഡോ ആർ വെക്ടർ ബൈ ഡോ ആർ വെക്ടർ ബൈ ഡോ ആർ. സ്മോൾ ആർ ആണ് കേട്ടോ, സ്മോൾ ആർ ക്യാപ്. ഇത് എന്താണ് മറ്റേ ഇതില്ല, അത് ആലോചിക്കണം. ആർ വെക്ടർ എന്ന് പറയുമ്പോൾ ബോൾഡ് ആയിരിക്കും, ഒന്നുകിൽ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ബോൾഡ് ആയിരിക്കും, അല്ലെങ്കിൽ ആറിന്റെ മുകളിൽ ഇതേപോലെ ഒരു വെക്ടർ സിമ്പൽ കാണും. സ്മോൾ ആർ നമ്മുടെ സിലിണ്ടറിക്കലിന്റെ സ്പെറിക്കലിന്റെ വേരിയബിൾ ആണ്. നിങ്ങളുടെ ടെക്സ്റ്റ് തന്നെ ഈ വേരിയബിൾസിനെ ചൂസ് ചെയ്യുന്നതിന് ഒരു മാന്യത കാണിക്കുന്നില്ല. കാരണം ഒരു പെർട്ടിക്കുലർ ലെറ്റർ ഒന്നിനെ റെപ്രസെന്റ് ചെയ്ത് കഴിഞ്ഞാൽ മറ്റൊരു പെർട്ടിക്കുലർ വെക്ടർ വേണം, അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ലെറ്റർ വേണം വേറൊരാളെ റെപ്രസെന്റ് ചെയ്യാൻ. ആ ഒരു മാന്യത നിങ്ങളുടെ ടെക്സ്റ്റ് ഉപയോഗിക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഒന്ന് ശ്രദ്ധിക്കണം അത്. അപ്പോ ഡോ ആർ വെക്ടർ ബൈ ഡോ ആർ, ഡോ ആർ വെക്ടർ ബൈ ഡോ ആർ. അതാണ് ഞാൻ പറഞ്ഞു, കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു എന്താണ് ഡോ ആർ വെക്ടർ ബൈ ഡോ എക്സ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? നിങ്ങളുടെ എന്താണ് ഐ കിട്ടുമായിരുന്നു. അതേപോലെ ഈ ആർ കിട്ടണമെങ്കിൽ ഡോ ആർ വെക്ടർ ബൈ ഡോ ആർ ചെയ്യണം. അപ്പൊ ഞാനത് ചെയ്യാൻ പോവുകയാണ്. ഫസ്റ്റ് വേരിയബിളിന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ആർ, ഫസ്റ്റ് വേരിയബിളിന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ആർ. അപ്പൊ ഇവിടെ ആർ ഒന്നേ ഉള്ളൂ, ഇവിടെ കോസ് ഫൈ സൈൻ തീറ്റ കോസ് ഫൈ ഉണ്ട്, അവരെ ബാധിക്കത്തില്ല. അതുകൊണ്ട് സൈൻ തീറ്റ കോസ് ഫൈ ഐ പ്ലസ് രണ്ടാമത്തെ വേരിയബിൾ വിത്ത് റെസ്പെക്ട് ടു ആർ, ഒരാറേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ വീണ്ടും സൈൻ തീറ്റ സൈൻ ഫൈ ഇൻറ്റു ജെ പ്ലസ് ആർ കോസ് തീറ്റ ആണ്. വിത്ത് റെസ്പെക്ട് ടു ആർ പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ ആറിന്റെ ഡെറിവേറ്റീവ് 1 ആണ്, ബാക്കി കോസ് തീറ്റ കെ. അപ്പൊ നമുക്ക് ഈ ആർ കിട്ടി, ഈ ആർ. ഇനി നമുക്ക് വേണ്ടത് ഇ ക്യാപ് ആർ ആണ്. ഇ ക്യാപ് ആർ ആണ് സത്യം പറഞ്ഞാൽ ഐക്ക് ബദലായിട്ട് ആറിന്റെ കമ്പോണന്റ്. അപ്പൊ അത് കണ്ടുപിടിക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇ ആർ ഡിവൈഡഡ് ബൈ നോം ഓഫ് ഇ ആർ ചെയ്യണം. ഇ ആർ ഡിവൈഡഡ് ബൈ നോം ഓഫ് ഇ ആർ ചെയ്യണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ സൈൻ ഫൈ ഞാൻ ഇപ്പൊ ഇവിടെ ചെയ്യുന്നില്ല, ഇവിടെ ചെയ്യാതെ സൈഡ് ചെയ്യാം. ഇവിടെ ചെയ്ത കുളമാവും, ഫോമുല അടുക്കിയിരിക്കട്ടെ, സൈഡ് ചെയ്യാം. അപ്പൊ എനിക്ക് വേണ്ടത് നോം ഓഫ് ഇ ആർ ആണ് വേണ്ടത്. നോം ഓഫ് ഇ ആർ ഇപ്പൊ സൈഡ് ചെയ്യാനും മാർഗമില്ലെന്നാണ് തോന്നുന്നത്. ഇതിന്റെ ഇവിടെ ചെയ്യാം കേട്ടോ. അതായത് ഐ കമ്പോണന്റ് സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ കോസ് സ്ക്വയർ ഫൈ പ്ലസ് ജെ കമ്പോണന്റ് സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ സൈൻ സ്ക്വയർ ഫൈ പ്ലസ്
കെ കമ്പോണന്റ് കോസ് സ്ക്വയർ തീറ്റ. ഇതിന്റെ എല്ലാം സം എടുത്തിട്ട് റൂട്ട് എടുക്കണം. അപ്പൊ ഇവിടെ നോക്കുകയാണെങ്കിൽ രണ്ട് സൈൻ സ്ക്വയർ ഫൈവ് കോമൺ ആണ്. സൈൻ സ്ക്വയർ ഫൈവ് കോമൺ എടുക്കുന്നു. സൈൻ സ്ക്വയർ തീറ്റ കോമൺ ആണ്. സൈൻ സ്ക്വയർ തീറ്റ കോമൺ എടുക്കുന്നു. അപ്പൊ കോസ് സ്ക്വയർ ഫൈവ് പ്ലസ് സൈൻ സ്ക്വയർ ഫൈവ് പ്ലസ് കോസ് സ്ക്വയർ തീറ്റ. സൈൻ സ്ക്വയർ ഫൈവ് പ്ലസ് കോസ് സ്ക്വയർ ഫൈവ് 1 ആണ്. അപ്പൊ അതുകൊണ്ട് സൈൻ സ്ക്വയർ തീറ്റ ഇൻറ്റു 1, അതുകൊണ്ട് സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ. സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ എന്താണ്? 1 ആണ്. അതായത് ഓൾറെഡി നിങ്ങളുടെ കയ്യിലുള്ള ഈ ഒരു പർട്ടിക്കുലർ വേരിയബിളിന്റെ എന്താണ്? മോഡുലോ 1 ആണ്. അപ്പോൾ താഴെ മോഡുലോ കൊണ്ട് ഡിവൈഡ് ചെയ്താലും ഇയാൾ തന്നെ കിട്ടും. അതായത് ഇ ക്യാപ്പ് ആർ എന്ന് പറയുന്നത് സൈൻ തീറ്റ അല്ല, ഇ ക്യാപ്പ് ആർ എന്ന് പറയുന്നത് നിങ്ങളുടെ ഇ ആർ തന്നെയാണ്. അതായത് സൈൻ തീറ്റ കോസ് ഫൈവ് ഐ പ്ലസ് സൈൻ തീറ്റ സൈൻ ഫൈവ് ജെ പ്ലസ് കോസ് തീറ്റ കെ. അതാണ് ഇ ആറിനെ പറ്റി പറയാനുള്ളത്. ഇനി അടുത്ത് നമുക്ക് ഈ രണ്ടാമത്തെ വേരിയബിൾ തീറ്റയാണോ ഫൈ ആണോ? രണ്ടാമത്തെ വേരിയബിൾ ഫൈ ആണ്. അപ്പൊ നമുക്ക് വേണ്ടത് ഈ ഫൈ. രണ്ടാമത്തെ വേരിയബിൾ രണ്ടാമത്തെ വേരിയബിൾ ആയിട്ട് ഈ ഫൈ മതി, കുഴപ്പമില്ല. രണ്ടാമത്തെ വേരിയബിൾ ആയിട്ട് സത്യം പറഞ്ഞാൽ ഒരു ഓർഡർ വൈസ് നിങ്ങളുടെ ടെക്സ്റ്റ് കൺസിഡർ ചെയ്യുന്നത് തീറ്റയാണ് കേട്ടോ. ഓർഡർ വൈസ് രണ്ടാമത്തെ വേരിയബിൾ ആയിട്ട്, അങ്ങനെ ഓർഡർ ഒന്നും ഇല്ല, പ്ലസ് അല്ലേ, ഇടയിൽ പ്ലസ് അല്ലേ, അതുകൊണ്ട് ഓർഡർ മാറ്റുന്നതിലൊന്നും പ്രശ്നമൊന്നുമില്ല. പക്ഷെ എങ്കിലും നിങ്ങളുടെ ടെക്സ്റ്റ് രണ്ടാമത്തെ വേരിയബിൾ ആയിട്ട് തീറ്റ കൺസിഡർ ചെയ്യുന്നതുകൊണ്ട് മാത്രം ഞാൻ രണ്ടാമത്തെ വേരിയബിൾ ആയിട്ട് തീറ്റ എടുക്കുകയാണ്. അപ്പൊ എനിക്ക് വേണ്ടത് ഡോ ആർ വെക്ടർ ബൈ ഡോ തീറ്റ. ഡോ ആർ വെക്ടർ ബൈ ഡോ തീറ്റയാണ് വേണ്ടത്. അപ്പൊ ഇയാളെ വിത്ത് റെസ്പെക്ട് ടു തീറ്റ ഡെറിവേറ്റീവ് എടുക്കണം, പാർഷ്യൽ ഡെറിവേറ്റീവ്. ആർ അങ്ങനെയാണ് കിടക്കട്ടെ. സൈനിന്റെ ഡെറിവേറ്റീവ് കോസ് ആണ്, കോസ് തീറ്റ കോസ് ഫൈ ഐ, പിന്നെ പ്ലസ് ആർ, വീണ്ടും സൈൻ തീറ്റയാണ്. സൈൻ തീറ്റ ഡെറിവേറ്റീവ് കോസ് തീറ്റയാണ്. അപ്പൊ ആർ കോസ് തീറ്റ സൈൻ ഫൈവ് ജെ. ഇനി ഇവിടെ കോസ് തീറ്റ ഡെറിവേറ്റീവ് മൈനസ് സൈൻ ആണ്, അതുകൊണ്ട് ആർ സൈൻ തീറ്റ കെ. ഇനി എനിക്ക് വേണ്ടത് ഇ ക്യാപ്പ് തീറ്റയാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, അതെന്ന് പറയുന്നത് ഇ തീറ്റ ഡിവൈഡഡ് ബൈ നോം ഓഫ് ഇ തീറ്റയാണ്. അപ്പൊ സൈഡിൽ നമുക്ക് ഇ തീറ്റയുടെ നോം എന്താണെന്ന് കാണാം. ഇ തീറ്റയുടെ നോം അപ്പൊ നമുക്ക് കിട്ടും ആർ സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ കോസ് സ്ക്വയർ ഫൈവ് പ്ലസ് ആർ സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ സൈൻ സ്ക്വയർ ഫൈവ്. അവസാനം മൈനസ് ആർ ആണ്, പക്ഷെ സ്ക്വയർ എടുക്കുമ്പോൾ പോവും. ആർ സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ. എല്ലായിടത്തും ആർ കോമൺ ആണ്, അതുകൊണ്ട് ആർ സ്ക്വയർ കോമൺ ആണ്. ആർ സ്ക്വയർ ഞാൻ പുറത്തേക്ക് എടുത്തു. ബാക്കി കോസ് സ്ക്വയർ തീറ്റ കോസ് സ്ക്വയർ ഫൈവ് പ്ലസ് കോസ് സ്ക്വയർ തീറ്റ സൈൻ സ്ക്വയർ ഫൈവ് പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ. ഇവിടെ ഈ രണ്ട് ടേമില് കോസ് സ്ക്വയർ തീറ്റ കോമൺ ആണ്, അതുകൊണ്ട് ഞാൻ കോസ് സ്ക്വയർ തീറ്റ കോമൺ എടുക്കുന്നു. കോസ് സ്ക്വയർ തീറ്റ, ബാക്കി കോസ് സ്ക്വയർ ഫൈവ് പ്ലസ് സൈൻ സ്ക്വയർ ഫൈവ് വരും, അത് 1 വരും. അപ്പൊ ഞാനത് എഴുതുന്നില്ല. പ്ലസ് ബാക്കി സൈൻ സ്ക്വയർ തീറ്റയാണ്. കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ 1 ആണ്, അതുകൊണ്ട് ആർ സ്ക്വയർ കിട്ടും. അതായത് ഈ തീറ്റയുടെ നോമിന്റെ സ്ക്വയർ ആറാണ്. ഇവിടെ റൂട്ട് എടുക്കണമല്ലോ, നോം എടുക്കണമെങ്കിൽ റൂട്ട് എടുക്കണം. അപ്പോ എന്താണ്? നോം ഓഫ് ഇ തീറ്റ എന്ന് പറയുന്നത് ആറാണ്. ഞാൻ റൂട്ട് ഓഫ് ദി സ്ക്വയർ ആണ്, റൂട്ട് ഓഫ് ഇയാളുടെ സ്ക്വയർ. ഞാൻ അകത്തുള്ള ആളെ എടുത്തു ആർ സ്ക്വയർ, അപ്പൊ അയാളുടെ റൂട്ട് 6 കഴിഞ്ഞു. അപ്പോ എന്താണ്? ഈ തീറ്റയെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇ ക്യാപ്പ് തീറ്റ കിട്ടും. അപ്പൊ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ സത്യം പറഞ്ഞാൽ എല്ലാത്തിലുള്ള 6 അങ്ങ് പോകും. കോസ് തീറ്റ കോസ് ഫൈവ് ഐ പ്ലസ് കോസ് തീറ്റ സൈൻ ഫൈവ് ജെ മൈനസ് സൈൻ തീറ്റ കെ. ഇതാണ് നിങ്ങളുടെ ഇ ക്യാപ്പ് തീറ്റ. ഇയാളാണ്. ആൻഡ് ഫൈനലി നമുക്ക് വേണ്ടത് ഇ ക്യാപ്പ് ഫൈ ആണ്. അപ്പൊ ഇ ഫൈ കണ്ടുപിടിക്കാം. അപ്പൊ അത് വേണ്ടത് ഡോ ആർ വെക്ടർ ബൈ ഡോ ഫൈ വേണം.
അപ്പൊ നമുക്ക് അത് കണ്ടുപിടിക്കാൻ പോവാം. ആദ്യത്തെ എക്സിന്റെ കമ്പോണന്റ് ആർ സൈൻ തീറ്റ കോസ് ഫൈ ആണ്. അയാളുടെ ഡെറിവേറ്റീവ് എന്ന് പറയുമ്പോൾ മൈനസ് ആർ സൈൻ തീറ്റ സൈൻ ഫൈ, മൈനസ് ആർ സൈൻ തീറ്റ സൈൻ ഫൈ ജെ, ജെ അല്ല ഐ. ഇനി അടുത്ത് മൈനസ് ആർ സൈൻ തീറ്റ സൈൻ ഫൈ ആയിരുന്നു. അപ്പൊ അയാള് പ്ലസ് ആർ സൈൻ തീറ്റ സൈൻ ഫൈ സൈൻ തീറ്റ പിന്നെ സൈൻ ഫൈയുടെ ഡെറിവേറ്റീവ് കോസ് ഫൈ പ്ലസ് പിന്നെ ആർ കോസ് തീറ്റയാണ്. അവിടെ ഫൈയുടെ ടേം ഇല്ല, അതുകൊണ്ട് മൂന്നാമത്തെ ആള് 0 ആയി പോയിക്കോളും. അപ്പൊ നമുക്ക് കിട്ടിയത് ഇ ഫൈ എന്നാണ്. ഇ ഫൈ കിട്ടി. എനിക്കിനി വേണ്ടത് ഇ ക്യാപ്പ് ഫൈ ആണ്. ഇ ക്യാപ്പ് ഫൈക്ക് വേണ്ടി ഇ ഫൈ ഡിവൈഡഡ് ബൈ നോം ഓഫ് ഇ ഫൈ ചെയ്യണം. അപ്പൊ നോം ഓഫ് ഇ ഫൈ കണ്ടുപിടിക്കണം. അതായത് ഇയാളുടെ മോഡുലോ, ഇയാളുടെ മോഡുലോ കണ്ടുപിടിക്കാൻ ആർ സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ സൈൻ സ്ക്വയർ ഫൈ പ്ലസ് ആർ സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ കോസ് സ്ക്വയർ ഫൈ. ഇവിടെ ആർ സ്ക്വയർ സൈൻ സ്ക്വയർ ഫൈ രണ്ടിലും കോമൺ ആണ്. അതുകൊണ്ട് ആർ സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ കോമൺ ആണ്. അതുകൊണ്ട് പുറത്തെടുക്കുമ്പോൾ സൈൻ സ്ക്വയർ ഫൈ പ്ലസ് കോസ് സ്ക്വയർ ഫൈ എന്ന് വരും. സൈൻ സ്ക്വയർ ഫൈ പ്ലസ് കോസ് സ്ക്വയർ ഫൈ 1 ആണ്. അപ്പൊ ആർ സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ വരും. ഇയാളുടെ റൂട്ടാണ് മോഡുലോ, അതായത് ആർ സൈൻ ഫൈ ആണ് മോഡുലോ. അപ്പൊ മോഡുലോ ഓഫ് ഇ ഫൈ എന്ന് പറയുന്നത് ആർ സൈൻ തീറ്റ. അപ്പൊ ആർ സൈൻ തീറ്റ കൊണ്ട് ഇയാളെ ഡിവൈഡ് ചെയ്യുമ്പോൾ ഇയാള് പോയിട്ട് ബാക്കി മൈനസ് സൈൻ ഫൈ ഐയും, ഇവിടെ നിന്ന് ആർ സൈൻ തീറ്റ പോയിട്ട് ബാക്കി കോസ് ഫൈ ജെയും മാത്രമേ ബാക്കി കാണത്തുള്ളൂ. ആൻഡ് ദാറ്റ് ഈസ് യുവർ ഇ ക്യാപ്പ് ഫൈ. കണ്ടല്ലോ. അപ്പൊ ഇങ്ങനെ ഐക്കും ജെയ്ക്കും കെയ്ക്കും കറസ്പോണ്ടിങ് ആയിട്ട് ആറിന്റെയും തീറ്റയുടെയും ഫൈന്റെയും കമ്പോണൻസ് നമുക്ക് എഴുതാൻ പറ്റും. കഴിയും. ഇപ്പൊ നമ്മൾ ഡി ആറിനെ വിത്ത് റെസ്പെക്ട് ടു ആർ വെക്ടറിനെ വിത്ത് റെസ്പെക്ട് ടു ഐ ജെ കെ എഴുതിയല്ലോ. എഴുതി. ഇവിടെ അത്രേ ഉള്ളൂ, അത് കാര്യമാക്കണ്ട, ഇവിടെ പ്രത്യേകിച്ചൊന്നും ഇല്ല. ശരി, അതവിടെ ഇരിക്കട്ടെ. അത് കുഴപ്പമില്ല, അത് ഇനി മാറ്റി എഴുതണ്ട. അപ്പൊ ഇത്രയേ ഉള്ളൂ. ഇ ഫൈ, ഇ ക്യാപ്പ് ഫൈ എല്ലാം കിട്ടി. ഐ ജെ കെക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കമ്പോണൻസ് എല്ലാം കിട്ടി. ഇനി എഴുതാൻ പോകുന്നത് ഡി ആർ വെക്ടറിന്റെ ഫോർമുല. നിങ്ങൾക്ക് അറിയാം, ഡി എക്സ് ഐ പ്ലസ് ഡി വൈ ജെ പ്ലസ് ഡി ഇസഡ് കെ. എല്ലാവരെയും ഡെറിവേറ്റീവ് എടുത്ത് എഴുതുന്നതേ ഉള്ളൂ, വേറെ പ്രത്യേകതയൊന്നുമില്ല. ഇയാളെ ഇ ആർ, ഇ ക്യാപ്പ് ആർ, ഇ ക്യാപ്പ് തീറ്റ, ഇ ക്യാപ്പ് ഫൈയുടെ ഫോർമാറ്റിൽ എഴുതുന്ന ഒരു ഫോർമുലയുണ്ട്, അത് നോക്കിക്കൊള്ളുക. That is equal to ആദ്യം dr into e cap r, dr into r കമ്പോണന്റ്, r യൂണിറ്റ് കമ്പോണന്റ് പ്ലസ് മാറ്റം ഇപ്പൊ വരും r into d തീറ്റ into e cap തീറ്റ. അതായത് നേരത്തെ dy into j ആയിരുന്നു, അതിന് പകരം ഇപ്പോൾ ഉള്ളത് r into d തീറ്റ into e cap തീറ്റയാണ് പ്ലസ് നേരത്തെ dz into k ആയിരുന്നു, ഇനി ഇവിടെ r into sin തീറ്റ into d ഫൈ, r into sin തീറ്റ into d ഫൈ e cap ഫൈ, r into sin തീറ്റ into d ഫൈ e cap ഫൈ. അതായത് വേറെ ഒന്നുമല്ല, നിങ്ങൾ ഇവിടെ നോക്കുക, ഇവിടെ dr into e cap r. സത്യം പറഞ്ഞാൽ നിങ്ങളുടെ ഇ ആർ ഉണ്ടല്ലോ, ഇ ആർ നമ്മൾ ആദ്യം കണ്ടുപിടിച്ച ഇ ആർ, അയാളുടെ എന്താണ് മോഡുലോ ഉണ്ടല്ലോ, അയാളുടെ മോഡുലോ 1 ആയിരുന്നു. അതാണ് അയാളുടെ dr ഇ ക്യാപ്പ് ആറിന്റെ കൂടെ ആരും വരാത്തത്. പിന്നെ നിങ്ങൾ ഇ ക്യാപ്പ് തീറ്റ കണ്ടുപിടിച്ചു, ഈ തീറ്റ കണ്ടുപിടിച്ചു, അയാളുടെ മോഡുലോ 6 ആയിരുന്നു. അതുകൊണ്ട് r dr d തീറ്റ d ഇ ക്യാപ്പ് തീറ്റ വന്നു. ഇനി അടുത്ത് എന്താണ് ഇ ഫൈ കണ്ടുപിടിച്ചു, അയാളുടെ മോഡുലോ ആർ സൈൻ തീറ്റ ആയിരുന്നു. ആർ സൈൻ തീറ്റ ഇവിടെ മുമ്പിൽ വന്നു. അങ്ങനെ പഠിച്ചാൽ മതി. അങ്ങനെ സത്യം പറഞ്ഞാൽ അതൊക്കെയാണ് കാരണം. പക്ഷെ നമുക്ക് ഡെറിവേഷൻ ഇല്ലാത്തത് കൊണ്ട്
എന്ത് ചെയ്യാൻ പറ്റത്തില്ല, എനിക്കിപ്പോൾ ഡിറൈവ് ചെയ്യാൻ പറ്റത്തില്ല, സമയമില്ല, അതുകൊണ്ട് ഞാൻ ചെയ്യുന്നില്ല എന്നേ ഉള്ളൂ. ഇപ്പൊ dr വെക്ടർ എന്ന് പറഞ്ഞാൽ ഇതാണ്. അത് വന്നതിനുള്ള കാരണം അത് തന്നെ. എന്താണ്, ഈ തീറ്റയുടെ മോഡലോ ആയിരുന്നു, അതുകൊണ്ടാണ് ആർ ഡി തീറ്റ എന്ന് വന്നത്. ഈ ഫൈയുടെ മോഡലോ ആർ സൈൻ തീറ്റ ആയിരുന്നു, അതാണ് അതിന്റെ കൂടെ ആർ സൈൻ തീറ്റ വന്നത്. കഴിഞ്ഞു, ആർ സൈൻ തീറ്റ വന്നു, കഴിഞ്ഞു. ഇനി അടുത്ത് നമ്മുടെ ഡി എയുടെ ഫോമുല ഉണ്ടോ എന്ന് നോക്കട്ടെ. ഡി എയുടെ ഫോമുല പഠിക്കാറുള്ളതാണ്. ഡി എയുടെ ഫോമുല സാധാരണ പഠിക്കേണ്ടതുമാണ്. ഡി എയുടെ ഫോമുല കാണുന്നില്ല, നോക്കട്ടെ, നിങ്ങളുടെ മറ്റു ടെക്സ്റ്റിൽ കാണും. ഞാൻ ഡി എയുടെ ഫോമുല പറഞ്ഞുതരാം. ഇപ്പൊ ഡി ബി ഉണ്ട്. ഡി ബി എന്ന് പറയുമ്പോൾ ഡി എക്സ് ഡി വൈ ഡി സെഡ് ആണ്. ഡി എക്സ് ഡി വൈ ഡി സെഡ് ആണ്. അതിന്റെ ഫോമുല എന്ന് പറയുമ്പോൾ ഇവിടെ ഉള്ളത് ആർ സ്ക്വയർ സൈൻ സ്ക്വയർ ആർ സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ, ആർ സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ, സോറി ആർ സ്ക്വയർ സൈൻ തീറ്റ, ആർ സ്ക്വയർ സൈൻ തീറ്റ സ്ക്വയർ ആയിരുന്നു, ആർ സൈൻ തീറ്റ ഡി ആർ ഡി തീറ്റ ഡി ഫൈവ്, ഡി ആർ ഡി തീറ്റ ഡി ഫൈവ്. അത് ഒന്നും ചെയ്തില്ല, ഇയാളുടെ കമ്പോണന്റ് ഡി ആർ ഇൻറ്റു ആർ ഡി തീറ്റ ഇൻറ്റു ആർ സൈൻ തീറ്റ ഡി ഫൈവ്, ആർ സൈൻ തീറ്റ ഡി ഫൈവ്, അതെല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് വെച്ചതാണ് ഇയാൾ. ഡി എക്സ് ഡി ആർ ഉണ്ട്, പിന്നെ ആർ ഡി തീറ്റ, ആർ ഇൻറ്റു ഡി തീറ്റ ഉണ്ട്, ഡി തീറ്റ ഉണ്ട്, പിന്നെ ആർ സൈൻ തീറ്റ, അപ്പൊ ആർ കൂടെ ചേർന്ന് ആർ സ്ക്വയർ ആയി, പിന്നെ സൈൻ തീറ്റ ഉണ്ട് ഡി ഫൈവ് ആയി. ഇത് മൂന്നും കൂടെ മൾട്ടിപ്ലൈ ചെയ്താണ് ഡി ബി ഫോം ആയത്. ഇത് ഏകദേശം ഇതിന് സിമിലർ ആയിരിക്കും എവിടെ സിലിണ്ടറിക്കൽ കോർഡിനേറ്റിൽ സംഭവിച്ചിട്ടുണ്ടാവുക. ഞാൻ ആ സമയത്ത് പറയാൻ വിട്ടുപോയതാണ്. അപ്പൊ അല്ലെങ്കിൽ കമ്പയർ ചെയ്ത് നമുക്ക് നോക്കാം. കഴിഞ്ഞു. ഇനി ഇവിടത്തെ സ്കെയിലാർ ഫംഗ്ഷൻ ഇപ്പോ ഞാൻ സൈ എന്ന വേരിയബിൾ എടുക്കുകയാണ്. സൈ സ്കെയിലാർ ഫംഗ്ഷൻ നേരത്തെ എക്സ് വൈ ഇസഡിലായിരുന്നു, ഇനി മുതൽ എക്സ് വൈ ഇസഡിലായിരിക്കില്ല, ആർ കോമ തീറ്റ കോമ ഫൈ എന്നായിരിക്കും. അതേസമയം അയാളുടെ വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷൻ ഞാൻ അയാളെ എ വെക്ടർ എന്ന് റെപ്രസെന്റേറ്റ് ചെയ്യുന്നു. പണ്ട് ഞാൻ റെപ്രസെന്റേറ്റ് ചെയ്യുന്നത് ക്യാപിറ്റൽ എഫ് വെക്ടർ എന്നായിരുന്നു. അയാള് ഇനി മുതൽ എന്താണ്, ആറിന്റെയും തീറ്റയുടെയും ഫൈന്റെയും ഫോമാറ്റിലായിരിക്കും. ആറിന്റെയും തീറ്റയുടെയും ഫൈന്റെയും ഫോമാറ്റിലായിരിക്കും. വേർ ഫസ്റ്റ് കമ്പോണന്റ് that is r component, എയുടെ r component into e cap r plus എയുടെ തീറ്റ component into e cap തീറ്റ plus എയുടെ phi component into e cap phi. ഇതായിരിക്കും ഒരു വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷൻ അല്ലെങ്കിൽ ഒരു സ്കെയിലർ വെക്റ്റർ ഫീൽഡിന്റെ വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷൻ അല്ലെങ്കിൽ വെക്റ്റർ ഫീൽഡിന്റെ എന്താണ് ജനറൽ നൊട്ടേഷൻ. ഇതായിരിക്കും. കഴിഞ്ഞു. ഇനി ഫൈനലി നമ്മൾ പറയാൻ പോകുന്ന ഫോർമുല നിങ്ങൾക്ക് അറിയാം. ഗ്രേഡിയന്റ് എന്താണ്, ഗ്രേഡിയന്റ്, ഡൈവർജൻസ്, ലാപ്ലേസ് ആൻഡ് കേൾ. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. എങ്ങനെയും അതൊന്ന് എഴുതി പഠിക്കുക, കാണാതെ പഠിക്കുക, ചെയ്യുക. കാരണം എനിക്കിത് സത്യം പറഞ്ഞാൽ ഇതെങ്ങനെ വന്നു എന്നൊക്കെ പറഞ്ഞു തരണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ സമയമില്ലാത്തതുകൊണ്ടാണ്. ടി ഓഫ് സൈ ഓഫ് ആർ തീറ്റ ഫൈ ഗ്രേഡിയന്റ് കണ്ടുപിടിക്കുകയാണ്. അതായത് നമ്മുടെ ഗ്രേഡിയന്റ് ആണ്. ഞാൻ അവിടെ ചുമ്മാ മാർക്ക് ചെയ്തേക്കാം. ഗ്രേഡിയന്റ് ആണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. ഗ്രേഡിയന്റ് ഓഫ് സൈ ആണ് നിങ്ങൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. എങ്ങനെ കണ്ടുപിടിക്കാം? അതായത് പണ്ടായിരുന്നെങ്കിൽ ഡോ സൈ ബൈ ഡോ എക്സ് ഇൻറ്റു വൈ, ഡോ സൈ ബൈ ഡോ എക്സ് ഇൻറ്റു വൈ. ഇപ്പോ ഡോ സൈ ബൈ ഡോ ആർ, പുതിയ വേരിയബിൾ ആർ ആണല്ലോ, ഡോ സൈ ബൈ ഡോ ആർ ഇൻറ്റു ഇ ക്യാപ് ആർ, ഡോ സൈ ബൈ ഡോ ആർ ഇൻറ്റു ഇ ക്യാപ് ആർ പ്ലസ് രണ്ടാമത്തെ വാല്യൂ എന്ന് പറയുന്നത് ഡോ സൈ ബൈ ഡോ വൈ ഇൻറ്റു ഡോ സൈ ബൈ ഡോ സൈ ബൈ ഡോ വൈ ഇൻറ്റു ഇ ക്യാപ്, സോറി ജെ ആയിരുന്നു, ജെ. അപ്പൊ ഇവിടെ ഡോ സൈ ബൈ രണ്ടാമത്തെ വേരിയബിൾ തീറ്റ ആയിട്ടാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പൊ ഡോ സൈ ബൈ ഡോ തീറ്റ ഇൻറ്റു ഇ ക്യാപ് തീറ്റ. പക്ഷേ നമ്മൾ ഇ ക്യാപ് തീറ്റ കണ്ടുപിടിച്ചു. ഈ തീറ്റ കണ്ടുപിടിച്ചപ്പോ അയാളുടെ എന്താണ് ഇതുണ്ടല്ലോ, നോമ 6 കിട്ടിയല്ലോ. നേരത്തേക്ക് 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ടിരുന്നു, പക്ഷെ ഇവിടെ അതല്ല, അയാളെ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 1/r. ഇതാണ് രണ്ടാമത്തെ കമ്പോണന്റ്. ഇനി മൂന്നാമത്തെ കമ്പോണന്റ് സാധാരണ രീതിയിൽ ഡോ സൈ ബൈ ഡോ ഇസഡ് ഇൻറ്റു കെ ആയിരുന്നു. ഇവിടെ
ഡോ സൈ ബൈ ഡോ ഫൈ, മൂന്നാമത്തെ കമ്പോണന്റ് ഫൈ ആണ്. ഡോ സൈ ബൈ ഡോ ഫൈ ഇൻറ്റു ഇ ക്യാപ്പ് ഫൈ, ഇ ക്യാപ്പ് ഫൈ. പിന്നെ ഒരാളും കൂടെ ഉണ്ട്. അതെന്താണ്? നിങ്ങൾ ഇ ഫൈ കണ്ടുപിടിച്ചപ്പോ മോഡുലോ ആയിട്ട് വന്നില്ലേ, അയാൾ ആർ സൈൻ തീറ്റ, അയാളെ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഞാൻ ഈ പറയുന്നത് എന്താണ്, ഓർത്ത് വയ്ക്കാൻ, ഈ ഒരു ഫോർമുല ഓർത്ത് വയ്ക്കാൻ ഒരു ഒരു ഹാക്കാണ് ഞാൻ പറഞ്ഞു പോകുന്നത്. അപ്പൊ നിങ്ങൾ ആ രീതിയിൽ ഓർത്ത് വെച്ചാൽ അത്രയും നല്ലതാണ്. സത്യം പറഞ്ഞാൽ ഇവിടെ ഈ ആറിന്റെ മോഡലോ 1 ആയിരുന്നു. അപ്പൊ 1/1, അതുകൊണ്ടാണ് ഇവിടെ ഒന്നും എഴുതിയില്ല, വന്നിട്ടില്ല. ആ രീതിയിൽ പഠിച്ചു വെച്ചാൽ നിങ്ങൾക്ക് ഉപകാരമായിരിക്കും. ഒരു സിംഗിൾ ഫോർമുലയിൽ നിന്ന് ഈ ഫോർമുല വരെയൊക്കെ നമുക്ക് വന്നെത്താൻ പറ്റും. അതാണ് ഇയാളുടെ ഒരു ഉപയോഗം. കണ്ടല്ലോ? അപ്പൊ അത്രയേ ഉള്ളൂ. ഇനി അടുത്ത ലാപ്ലേസ് ഡെൽ സ്ക്വയർ സൈ ആർ തീറ്റ സൈ. അതായത് പണ്ടായിരുന്നെങ്കിൽ എന്താണ്, ഡോ സ്ക്വയർ സൈ ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ സൈ ബൈ ഡോ വൈ സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ സൈ ബൈ ഡോ ഇസഡ് സ്ക്വയർ ആയിരുന്നു. അതായിരുന്നു അവസ്ഥ. ഓക്കെ, ഇപ്പൊ ചെറുതായിട്ടൊന്ന് മാറിയിട്ടുണ്ട്. ചെറിയ മാറ്റമല്ല, ഇച്ചിരി വലിയ മാറ്റമാണ്. ഡോ ബൈ ഡോ ആർ വെറുതെ എടുക്കാനുള്ളത് ആരുടെയാണ്, ആർ സ്ക്വയർ ഇൻറ്റു ഡോ സൈ ബൈ ഡോ ആർ. അതായത് ഫസ്റ്റ് പാർഷ്യൽ ഡെറിവേറ്റീവ് കണ്ടതിന് ശേഷം ആർ സ്ക്വയർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. എന്നിട്ട് വേണം സെക്കൻഡ് പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കാൻ. കഴിഞ്ഞില്ല, എന്നിട്ട് ആർ സ്ക്വയർ കൊണ്ട് ഡിവൈഡ് കൂടെ ചെയ്യണം. ആദ്യത്തെ ടേം നേരത്തെ ഡോ സ്ക്വയർ സൈ ബൈ ഡോ എക്സ് സ്ക്വയർ ആയിരുന്നു. അയാൾക്ക് വന്ന മാറ്റം ശ്രദ്ധിക്കുക. ഇതാണ്. ഇനി അടുത്ത പ്ലസ് രണ്ടാമത്തെ ടേം ഡോ സ്ക്വയർ സൈ ബൈ ഡോ വൈ സ്ക്വയർ ആയിരുന്നു. അയാൾ ഇനി മുതൽ ഡോ ബൈ ഡോ തീറ്റ, രണ്ടാമത്തെ വേരിയബിൾ ഡോ ബൈ ഡോ തീറ്റ സൈൻ തീറ്റ ഇൻറ്റു ഡോ സൈ ബൈ ഡോ തീറ്റ. അതായത് നിങ്ങൾ ഫസ്റ്റ് പാർഷ്യൽ ഡെറിവേറ്റീവ് എടുത്തിട്ട് സൈൻ തീറ്റ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് വേണം സെക്കൻഡ് പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കാൻ. കഴിഞ്ഞില്ല, എന്നിട്ട് 1/r സ്ക്വയർ സൈൻ തീറ്റ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ആർ സ്ക്വയർ സൈൻ തീറ്റ കൊണ്ട് ഡിവൈഡും കൂടെ ചെയ്യണം, എങ്കിലേ സെക്കൻഡ് കമ്പോണന്റ് ആകത്തുള്ളൂ. ഇനി മൂന്നാമത്തെ കമ്പോണന്റ് ഒറിജിനലി ഡോ സ്ക്വയർ സൈ ബൈ ഡോ ഇസഡ് സ്ക്വയർ ആയിരുന്നു. ഇവിടെ ഡോ സ്ക്വയർ സൈ ബൈ ഡോ ഫൈ സ്ക്വയർ ആണ്. സന്തോഷം, നേരത്തെ പെട്ടെന്ന് തന്നെ സെക്കൻഡ് ഡെറിവേറ്റീവ് എടുക്കാൻ പറ്റൂലായിരുന്നു. ഇവിടെ ഒറ്റയടിക്ക് സെക്കൻഡ് ഡെറിവേറ്റീവ് എടുക്കുക, ആ ഒരു ഉപയോഗമുണ്ട്. കഴിഞ്ഞില്ല, ആർ സ്ക്വയർ ഇൻറ്റു സൈൻ സ്ക്വയർ ഫൈവ് കൊണ്ട് ഡിവൈഡ് കൂടെ ചെയ്യും. ഇതാണ് നിങ്ങളുടെ പുതിയ ലാപ്ലേസ് ഓപ്പറേറ്റർ. ഇവിടത്തെ പുതിയ ലാപ്ലേസ് ഓപ്പറേറ്റർ ഇതാണ്. ഒന്ന് ശ്രദ്ധിക്കുക. ഫോർമുല പഠിക്കാൻ ഹാക്ക് ഒന്നുമില്ല, നിങ്ങൾ തന്നെ എന്തെങ്കിലും ഒരു വഴി കണ്ടുപിടിച്ചത് പഠിക്കുക. അതാണ് പറയാനുള്ളത്. ഇനി അടുത്ത് ഉള്ളത് ഓഫ്കോഴ്സ് ഡൈവർജൻസ് ആണ്. അടുത്തുള്ളത് ഡൈവർജൻസ് ആണ്. ഡൈവർജൻസ് ഓഫ് എ വെക്ടർ. ദാറ്റ് ഇസ് ഡെൽ ഡോട്ട് എ വെക്ടർ. എ വെക്ടറിനെ പറ്റി അറിയാം. ആർ കമ്പോണന്റ് ആർ കമ്പോണന്റ് ഉണ്ട്, തീറ്റ കമ്പോണന്റ് ഉണ്ട്, ഫൈ കമ്പോണന്റ് ഉണ്ട്. അപ്പോ നേരത്തെ ഡൈവർജൻസ് നമ്മൾ എടുത്തുകൊണ്ടിരുന്നത് ഡോ ബൈ ഡോ എക്സ് ഓഫ് ഫസ്റ്റ് കമ്പോണന്റ്. ഇപ്പൊ നമ്മുടെ ഫസ്റ്റ് കമ്പോണന്റ് ആർ ആണ്. അതുകൊണ്ട് ഡോ ബൈ ഡോ ആർ. പക്ഷെ വെറുതെ എടുത്താൽ പോരാ, ഡോ ബൈ ഡോ ആർ ഓഫ് ആർ സ്ക്വയർ എ ആർ. ഫസ്റ്റ് കമ്പോണന്റിനെ ആർ സ്ക്വയർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് വേണം പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കാൻ. കൂടെ 1/r സ്ക്വയർ കൊണ്ട് മൾട്ടിപ്ലൈ കൂടെ ചെയ്യണം. ഇനി അടുത്ത് ആർ സ്ക്വയർ, ഞാൻ എന്റെ ഫോമിൽ ഒന്ന് കറക്റ്റ് ആണോ നോക്കട്ടെ. ഓക്കെ, ശരി. ഇനി അടുത്ത് രണ്ടാമത് ചെയ്യുന്നത് ഡോ ബൈ ഡോ വൈ ഓഫ് ജെ കമ്പോണന്റ്. അല്ലെങ്കിൽ വൈ കമ്പോണന്റ് ആയിരുന്നു. ഇപ്പോ മാറ്റമുണ്ട്. ഡോ ബൈ ഡോ തീറ്റ ഓഫ് എന്താണ്, തീറ്റ കമ്പോണന്റ് ആണ്. പക്ഷെ സൈൻ തീറ്റ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തതിന് ശേഷം വേണം
പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കാം. കഴിഞ്ഞില്ല, എന്നിട്ട് 1/r sin തീറ്റ കൊണ്ട് മൾട്ടിപ്ലൈ കൂടെ ചെയ്യണം. 1/r sin തീറ്റ കൊണ്ട് മൾട്ടിപ്ലൈ കൂടെ ചെയ്യണം. ആൻഡ് ഫൈനലി മൂന്നാമത്തെ കമ്പോണന്റ് നിങ്ങൾക്ക് അറിയാം, ഡോ ഓഫ് a phi by ഡോ ഫൈ തന്നെയാണ്, പക്ഷെ ഒരു മൾട്ടിപ്ലിക്കേഷൻ വേണം. 1/r sin തീറ്റ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 1/r sin തീറ്റ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ആൻഡ് ദിസ് ഇസ് യുവർ ഡൈവേർജൻസ്. ഇൻ എന്താണ്? സ്പെറിക്കൽ കോർഡിനേറ്റ്. ഡൈവേർജൻസ് ഇൻ സ്പെറിക്കൽ കോർഡിനേറ്റ്. അപ്പൊ ഗ്രേഡിയന്റ് പഠിച്ചു, ലാപ്ലേസ് പഠിച്ചു, ഡൈവേർജൻസ് പഠിച്ചു. ഫൈനലി നമുക്കുള്ളത് എന്താണ്? കേൾ ആയിരിക്കും. കേൾ ഓഫ് എ വെക്ടർ, ദാറ്റ് ഇസ് ഡെൽ ക്രോസ് എ വെക്ടർ. ഡെൽ ക്രോസ് എ വെക്ടർ ആണ് അടുത്ത് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോ അതെങ്ങനെ കണ്ടുപിടിക്കാം? നമുക്കറിയാം ഐ ജെ കെ മറ്റേ മെട്രിക്സ് വരുമ്പോഴേ ഇവിടെ ഐ ജെ കെയിലെ പുതിയ ആൾക്കാരാണ്. ഇ ക്യാപ് ആർ ജെക്ക് പകരം ആർ ഇ ക്യാപ് തീറ്റ, കെക്ക് പകരം ആർ സൈൻ തീറ്റ ഇ ക്യാപ് ഫൈ. പിന്നെ രണ്ടാമത്തെ കോളത്തില് ഡോ ബൈ ഡോ ആർ, ഡോ ബൈ ഡോ തീറ്റ, ഡോ ബൈ ഡോ ഫൈ. ഇനി മൂന്നാമത്തെ കോളത്തിലാണ് എ ആർ, ആർ എ തീറ്റ, പിന്നെ ആർ സൈൻ തീറ്റ എ ഫൈ. ഇവരുടെയൊക്കെ ഡിറ്റർമിനന്റ് കളങ്ങനെയാണല്ലോ ഡിറ്റർമിനന്റ് ആണ് എടുക്കുന്നത്. കൂടാതെ 1/r² സൈൻ തീറ്റ കൊണ്ട് മൾട്ടിപ്ലൈ കൂടെ ചെയ്യണം. 1/r² സൈൻ തീറ്റ കൊണ്ട് മൾട്ടിപ്ലൈ കൂടെ ചെയ്യണം. ആൻഡ് ദാറ്റ് ഈസ് യുവർ കേൾ. 4 വളരെ വളരെ ഇമ്പോർട്ടന്റ് ഫോർമുലയാണ്. ഇത് വെച്ച് ചോദ്യം ചോദിക്കാം. ഓക്കെ, അപ്പൊ ഡെൽ ക്രോസ് എ വെക്ടർ കേൾ എന്ന് പറയുന്നത് ഇതാണ് ഫോർമുല. അപ്പൊ ഇങ്ങനെ ഈ ഫോർമുലകളെല്ലാം പഠിക്കുക. ഡെറിവേഷൻ ഒക്കെ ഞാൻ ചെയ്തേനെ, പക്ഷെ വേണ്ട, കുഴപ്പമില്ല. ഇനിയിപ്പോ അത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, സമയം എന്തായാലും അതിക്രമിച്ചു. ഓക്കെ, അപ്പൊ നമ്മുടെ കോർഡിനേറ്റിന്റെ കാര്യം കഴിഞ്ഞു. കോർഡിനേറ്റിന്റെ കാര്യം ഇത്രയേ ഉള്ളൂ. 2 ഡിഫറെന്റ് കൈൻഡ് ഓഫ് കോർഡിനേറ്റ് ആണ്, സിലിണ്ടറിക്കൽ കോർഡിനേറ്റും സ്പെറിക്കൽ കോർഡിനേറ്റും. പ്രോബ്ലം നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുമ്പോൾ ചെയ്യാം. പിന്നെ ഇനി ഒരു ക്ലാസ്സും കൂടെ കഴിയുമ്പോഴേക്കും നിങ്ങളുടെ പോർഷൻ കഴിയും. ഒരൊറ്റ ക്ലാസ് ഇന്ന് വൈകിട്ടേക്ക് നമുക്ക് പോർഷൻസ് തീർക്കാം. ഓക്കെ.